അപ്പോൾ ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. ഐഷു നല്ല ഉറക്കമാണ്. ആ ഷോപ്പിംഗ് മാളിൽ കൂടെ ഒക്കെ കിടന്ന് ഓടി ക്ഷീണിച്ച് ഉറങ്ങുക. പിന്നെ ചാച്ചനും ഞാനും കൂടെ ഒരു സദ്യക്ക് വേണ്ടി വട്ടം കൂട്ടുവാണ് കേട്ടോ. വലിയൊരു സദ്യ ഒന്നുമില്ല, ചെറിയൊരു സദ്യ. ഐഷു ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ തന്നെയുള്ള സമയത്ത് രാവിലെ തന്നെ ഞങ്ങൾ എണീച്ച് രണ്ടുപേരും കൂടി കിച്ചണിൽ കയറി സദ്യ ഉണ്ടാക്കല പതിവ്. പക്ഷെ ഐഷു ഉള്ളതുകൊണ്ട് ഞാൻ ഐഷുവിൻ്റെ സമയവും കാലമൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യണത്. അപ്പം നല്ലൊരു മാങ്ങ കിട്ടിയതാണ്. ഓൾറെഡി ഇവിടെ അച്ചാർ എനിക്ക് ഇരിപ്പുണ്ട്, പക്ഷെ നല്ല മാങ്ങ കണ്ടപ്പോൾ വാങ്ങിയതാട്ടോ. ഇതിന് ഒരുപാട് തൊലിക്കട്ടിയില്ല, അതുകൊണ്ടാണ് തൊലിയോടി എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുരുന്ന് അരിഞ്ഞു കൊടുക്കുകയാണെ. ഞാൻ റെസിപ്പി ഇട്ടേക്കാം, നിങ്ങൾ കയറി കണ്ടോളൂ കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങ അച്ചാറാണ്. ഇൻസ്റ്റൻറ്റ് റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇങ്ങനെ ഒത്തിരി അങ്ങ് പുഴുങ്ങിപ്പോയ മാങ്ങ അച്ചാറല്ല സദ്യക്ക് നല്ല. കുറച്ചൊന്ന് കടിക്കാൻ കിട്ടണം. നിങ്ങൾ സദ്യക്ക് കഴിച്ചിട്ടില്ലേ? അപ്പം നമ്മൾ ഒത്തിരി ദിവസം ഉപ്പിലൊക്കെ ഇട്ട് വെച്ച് മാങ്ങയല്ല അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം തന്നെ അങ്ങ് ഇടുകയാണ്. അതിനാണ് ഒരു ഒരു കടിയൊക്കെ കിട്ടണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്, അതൊക്കെയാണ് വിശേഷം. ഇത്തിരി കട്ടിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്ര നല്ല മാങ്ങയൊന്നും ഇവിടെ കിട്ടത്തില്ല. നാരുള്ള മാങ്ങയൊക്കെ നാട്ടിൽ കിട്ടത്തില്ല. അതൊന്നും അച്ചാർ ഇട്ടാലാ നല്ലൊരു ടേസ്റ്റ്. പിന്നെ ചെറിയൊരു നാരുണ്ട് കേട്ടോ, എന്നാലും മണമൊന്നും അത്ര പോരാ. നാട്ടിലൊക്കെ മാങ്ങ അച്ചാറും ഇത് സ്മെല്ലായിരിക്കും അച്ചാറിട്ട് കഴിഞ്ഞാൽ. ഞാനിപ്പോഴേ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാണ് കേട്ടോ. എൻ്റെ അമ്മയുള്ള സമയത്ത് നല്ല രസമായിരുന്നു കേട്ടോ. അമ്മയുള്ള സമയത്ത് ഞങ്ങളൊക്കെ പഠിക്കാൻ പോയേക്കുമായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലീവൊക്കെ ഉള്ള സമയമാണെങ്കിൽ, എനിക്ക് ലീവുള്ള സമയമാണെങ്കിൽ കേട്ടോ, ഞാനും അമ്മയും കൂടി ചന്തയ്ക്ക് പോവും. ചന്തയ്ക്ക് പോയിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കും കേട്ടോ. എല്ലാ സാധനങ്ങളും മേടിക്കും. ഇന്ന് ഞാൻ ഓർക്കേണ്ട, അവിടെ ഒരു പുളിക്കട ഉണ്ടായിരുന്നു. വാളംപുളിയും കുടംപുളിയൊക്കെ വിൽക്കണ കടയാണ്. അവിടെ ഞങ്ങൾ ആ ഇടയ്ക്കാണ് തേങ്ങ തൂക്കി വിൽക്കണ ഒരു സംഭവം വന്നത്. നേരത്തേക്ക് ഇങ്ങനെ എണ്ണം പറഞ്ഞല്ലേ തേങ്ങ വിൽക്കുക, ഒരു തേങ്ങ, രണ്ട് തേങ്ങ, മൂന്ന് തേങ്ങ. പക്ഷേ ആ ഒരു സമയമായപ്പോഴത്തേനും ഞാനെങ്ങാണ്ട് 8-ലോ 7-ലോ എന്തോ പഠിക്കുവാണെന്ന് തോന്നുന്നു. ആ ഒരു സമയത്താണ് തേങ്ങ ഇങ്ങനെ കിലോ കണക്കിനായത്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ തേങ്ങ മേടിക്കും, അതുപോലെ കുടംപുളി വാങ്ങിക്കും, വാളംപുളി വാങ്ങിക്കും, എല്ലാം വാങ്ങിക്കും. അതുപോലെ ഏതെങ്കിലുമൊക്കെ കടയിൽ കയറിയിട്ട് പച്ചക്കറിയൊക്കെ ഇങ്ങനെ വില വീശി വാങ്ങിക്കും. അച്ചാറിടാനുള്ള മാങ്ങയും നെല്ലിക്കയും ഒക്കെ മേടിക്കും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിയും കേട്ടോ. കുറേ സാധനങ്ങൾ മേടിക്കും ഞങ്ങൾ. ചിലപ്പോൾ ചട്ടിയൊക്കെ മേടിക്കും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട. അതൊക്കെ മേടിച്ച് കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരത്തുണ്ടല്ലോ, ബസ്സുള്ള സ്ഥലമല്ല, കുറച്ചങ്ങോട്ട് മാർക്കറ്റിലോട്ട് മാറണം. ഞങ്ങൾ ചന്തയിലാണ് പോകുന്നത്. ആ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇതെല്ലാം തൂക്കി പിടിച്ചുകൊണ്ട് 8 കിലോമീറ്റർ എന്തോ ഉണ്ട് ചന്തയിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട്. അവിടെ വരെ ഞാനും അമ്മയും ഇതൊക്കെ തലച്ചമ്മടൊക്കെയായിട്ട് ഇങ്ങോട്ട് ചോന്നുകൊണ്ട് വരും കേട്ടോ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആനേനെ മേടിക്കാൻ കാശുണ്ട്, ചങ്കനെ മേടിക്കാൻ കാശില്ല എന്ന് പറയുന്ന അവസ്ഥയെ. കാരണം ഞങ്ങൾ ഈ ചന്തയിലൊക്കെ പോകുമ്പോഴേ എന്ത് കണ്ടാലും ആവശ്യമാണ്. അവസാനം ആ വണ്ടിക്കാശിന് വരെ സാധനങ്ങൾ മേടിക്കും. അതുപോലെ മേടിക്കുമായിരുന്നു ഓണത്തിന്. അതൊക്കെ ഇപ്പം ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു അമ്മയെ, എൻ്റെ മോൾക്ക് ഇപ്പോൾ 2 വയസ്സാകാൻ പോണ്. ഇനിയിപ്പോൾ ഐഷു വലുതാവുമ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ നല്ല രസമായിരിക്കും അല്ലേ. പാവക്കട ഓർമ്മയിൽ വേണ്ടേ എൻ്റെ അമ്മ ഇതുപോലെ, ഞാനിപ്പോൾ പറയും പോലെ എൻ്റെ അമ്മ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയില്ലേ. പാവക്കട ഓർമ്മയിൽ വേണ്ടേ എൻ്റെ അമ്മ ചെറുപ്പത്തിൽ ഇതുപോലെ എനിക്ക് സദ്യ ഉണ്ടാക്കി തരുമായിരുന്നു എന്നൊക്കെ പറയണ്ടേ. ഇപ്പൊ കുട്ടികളുടെ മനസ്സിലൊരു ഓർമ്മയൊക്കെ നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നണേ. എൻ്റെ മനസ്സിൽ ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ. ചെറു പ്രായത്തിലൊക്കെ തൊട്ടുള്ള ഓർമ്മകളുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഉത്സവമാണ് ഇതുപോലെ വിഷു ഓണമൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക്. ഇപ്പോൾ ഓണമൊക്കെ ആണെങ്കിൽ പൂവിടാൻ എൻ്റെ അമ്മയാണ്. സാധാരണ കുട്ടികളല്ല ഒരു വീട്ടിൽ ഇതാവാ, പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു കേട്ടോ. ആ കാലമൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചുള്ളൂ കേട്ടോ, ഒരു 2 മാങ്ങയേ ഉള്ളൂ. കൂടിപ്പോയി ഒരു 250 ഗ്രാം ഉണ്ടാവും. അതിൽ കൂടുതലൊന്നും ഞാൻ എടുക്കണില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉപ്പുമാങ്ങയൊക്കെ ഇരിപ്പുണ്ട്. വെറുതെ എന്തിനാ നമ്മൾ ഒരുപാട് അച്ചാർ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. മാങ്ങച്ചാർ ഇവിടെ അധികം പത്തിയൊന്നും അല്ല ആൾക്കാർക്ക്. ഇവിടെ നാരങ്ങയൊക്കെയാണ് ഇഷ്ടം എല്ലാവർക്കും.
ഐഷു പിന്നെ അച്ചാറൊന്നും കഴിക്കത്തൊന്നുമില്ല, എരിവ് കണ്ട അവള് ഓടും. ചാച്ചനും ഇഷ്ടമൊന്നുമല്ല കേട്ടോ. പിന്നെ ഞാനാണ് എരിവിൻ്റെ ആള്. അപ്പം ഞാനൊട്ട് എരിവ് കഴിക്കാറുമില്ല, കാരണം എനിക്ക് ഡയറ്റൊക്കെ അല്ലേ. അപ്പം ഡയറ്റിലൊക്കെ ഉള്ളവർ സദ്യയൊക്കെ കഴിച്ച് വയറ് കുറിപ്പിക്കണ്ട കേട്ടോ, ആവശ്യത്തിന് മാത്രം കഴിക്കുക. കാരണം ഊണൊക്കെ ഇപ്പം പോവും, പിന്നെ നമ്മുടെ ഡയറ്റും കാര്യങ്ങളെല്ലാം സദൈവയാവും. ആ, പിന്നെ ഒരു കാര്യം ചോദിക്കാണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് 2024? എനിക്കത്ര നല്ലൊരു വർഷമല്ല കേട്ടോ 2024. എനിക്കത്ര ഇഷ്ടമില്ലാത്തൊരു വർഷമായിപ്പോയി 2024. നിങ്ങൾക്ക് എങ്ങനെയാണെന്നും കൂടി എന്നോട് പറയണം കേട്ടോ. എങ്ങനെയാണ്, നിങ്ങൾക്ക് നല്ലൊരു വർഷമായിരുന്നു? എനിക്കൊട്ടും ഇഷ്ടമായില്ല ഈ ഒരു വർഷം. ഒത്തിരി ഒരു ദുരിതവും കഷ്ടപ്പാടും ഒക്കെ ഒരു നിറഞ്ഞൊരു വർഷമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു മനസ്സിനൊരു സുഖമില്ല. പിന്നെ മാത്രമല്ല, ഞാൻ ഈ പ്രാവശ്യം ചാച്ചന് ഡ്രസ്സൊന്നും എടുത്തില്ല കേട്ടോ. എനിക്കപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമം ഒക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നെസ്റ്റോറൊക്കെ പോയപ്പോൾ ഞാൻ എടുത്തു. ഓണക്കൂടിയായിട്ടൊന്നും കേട്ടോ എടുത്തത്, വെറുതെ എടുത്തതാ. കണ്ടപ്പോൾ ഇഷ്ടം തോന്നി എടുത്തതാ. കുറേ നാളായി, എനിക്ക് തോന്നുന്നു 4-5 വർഷമായി എനിക്ക് ഡ്രസ്സ് എടുത്തിട്ട്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് എടുത്തതാണ്. ഐഷുവിന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുക്കും. കൂട്ടത്തിൽ ഐഷുവിന് കണ്ടപ്പോൾ ഒരെണ്ണം എടുത്തു, അത്രയേ ഉള്ളൂ. ചാച്ചന് എടുത്തില്ല. സാധാരണ ചാച്ചന് പോയി കഴിഞ്ഞാൽ കിട്ടേണ്ടതാണ്. എത്രയും പെട്ടെന്ന് ചാച്ചനാണ് ഡ്രസ്സുകളൊക്കെ കിട്ടാറ്. പ്രാവശ്യം ചാച്ചന് കിട്ടിയില്ല. എന്തത്? എനിക്ക് ഒരുപാട് ആൾക്കാരൊക്കെ വീട്ടിലുള്ളതാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് ഈ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഭയങ്കര കുറച്ചുണ്ടാക്കുമ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഞങ്ങൾ 3 പേര് കേട്ടോ. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ഞാൻ രണ്ടുപേര് ഞങ്ങൾ 2 പേര് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ചാച്ചനും ഞാനും മാത്രം. ആ ഒരു സമയത്ത് ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ 2 പേരും ഉള്ളൂ എന്നേ വായിൽ വരും. ഞങ്ങൾ 3 പേരുണ്ട് കേട്ടോ, ഐഷു, ചാച്ചൻ, ഞാൻ. അപ്പം ഞങ്ങൾ 3 പേരും ഉള്ളതുകൊണ്ട് കുറച്ച് സദ്യ മതിയല്ലോ. മാത്രമല്ല ചാച്ചനൊന്നും ഒട്ടും കഴിക്കത്തൊന്നുമില്ല കേട്ടോ, വെറുതെ ഞാൻ ഇതൊക്കെ വെച്ചാൽ. അപ്പോൾ എന്തോ പറഞ്ഞു ഞാൻ മറന്നുപോയി. ആ, അപ്പോൾ എനിക്ക് കുറച്ച് സദ്യ വയ്ക്കണം. എനിക്ക് തീരെ പറ്റത്തില്ല കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ കുറേ വെക്കണം, എന്നിട്ട് കുറേ പേര് വേണം, എന്നിട്ട് കുറേ വിളമ്പണം, കുറേ ഇലയ്ക്ക് ഇടണം. അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമാണ്. പണ്ട് നാട്ടിലുള്ള സമയത്ത് കുറേ പേരുണ്ടാവും കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ കഴിക്കാൻ. അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പം 5-6 വർഷമായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാനും ഐഷുവും ചാച്ചനും മാത്രം. ഈ വർഷം എന്താണോ ഞങ്ങൾ ആഘോഷിക്കാൻ, ഞാൻ ലീവ് പറഞ്ഞിട്ടുണ്ട്. ചാച്ചന് ലീവ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ചില വർഷങ്ങളിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ ചില വർഷങ്ങളിൽ ഞങ്ങൾക്ക് 2 പേർക്കും ഡ്യൂട്ടി ആയിരിക്കും. ഊണും കഴിക്കാൻ പറ്റത്തില്ല, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഡ്യൂട്ടിയുടെ ഇടയിൽ നിന്ന് ഞാൻ ചിലപ്പോൾ തലേ രാത്രി എന്തെങ്കിലുമൊക്കെ ഒരു തോരനോ ഒരു സാമ്പാറോ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് കഴിക്കാൻ ഞങ്ങൾ രണ്ട് സ്ഥലത്തുനിന്ന് വന്നിട്ട് ഉച്ചയൂണ് മാത്രം ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങ് പോകും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ ഓഫീസിലോട്ട് ആ ഒരു ഫുഡൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടാവും. ചടപടയെന്ന് അത് കഴിച്ചിട്ട് അതങ്ങ് അവസാനിപ്പിക്കും. അങ്ങനെ വരെയുള്ള ഓണവും വിഷുവും ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരു കാലം. ഇന്നിപ്പോൾ എന്തോ ഒരുമിച്ചിരിക്കാൻ കഴിയണം, അത് തന്നെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ അറിയില്ല കേട്ടോ, ചാച്ചൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. ചാച്ചന് എമർജൻസി ഒക്കെ വന്നാൽ ചിലപ്പോൾ ആളങ്ങ് പോവും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും, ഞാൻ എന്തായാലും ലീവാണ്, ഞാൻ ലീവ് പറഞ്ഞിട്ടുണ്ട്. ഒന്നാരും തന്നില്ലെങ്കിൽ ഞാൻ ലീവാണ്. എനിക്ക് ഐഷുവിൻ്റെ കൂടെ ഇരുന്നിട്ട് ആഹാരമൊക്കെ കഴിക്കണം. എനിക്ക് ഉത്രാടമാണ് ഭയങ്കര സ്പെഷ്യൽ കേട്ടോ. കാരണം ഐഷുവിൻ്റെ നാൾ ഉത്രാട. അപ്പം എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ്. ഇപ്പോഴത്തെ ഉത്രാടല്ല കേട്ടോ, ഈ ഉത്രാടല്ല, മീനത്തിലെ ഉത്രാടാണ് ഐഷു. അങ്ങനെയൊക്കെ പോണു. അപ്പം അത് അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പച്ചമുളകും വേപ്പിലേക്ക് അങ്ങ്
എന്തോ ചാച്ച നിങ്ങളുടെ നാട്ടിൽ പറയുന്ന വേപ്പിലേനെ വേപ്പിലാന്നല്ലല്ലോ പറയുന്നേ? കറിവേപ്പില എന്നല്ല, കറിയാപ്പില. കറിയാപ്പില. കരിയാപ്പില. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ പറയുന്നത് പറയണം കേട്ടോ. ഞങ്ങളുടെ നാട്ടിലാണ് കറിവേപ്പില. എനിക്ക് തോന്നുന്നു ചാച്ചൻ എൻ്റെ കൂടെ കൂടിയിട്ടാണ്. എന്തായാലും എനിക്കെന്തോ ഇന്ന് എനിക്കൊരു സാഡ് ദിവസമായിരുന്നു. എനിക്കിന്ന് ഭയങ്കര സ്പെഷ്യൽ ദിവസമായിരുന്നെങ്കിൽ പോലും ഇന്ന് എനിക്കൊരു ഒരു എന്താ പറയുക, ഒരു കറുത്ത ദിവസമായിരുന്നു. ഒരു തളർച്ചയും ഒരു മടിയൊക്കെ. പക്ഷെ ഉച്ച അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് സന്തോഷമായിട്ടോ. ഭയങ്കര സന്തോഷം സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ. ഭയങ്കര പുളിയാട്ടോ. ഇത്ര പോലും ഉള്ളൂ കേട്ടോ എൻ്റെ ഉള്ളിൽ കാമ്പ്. ഇത്ര ഉള്ളൂ. ഇത്ര പുളി. നല്ല പുളിയുണ്ട് കേട്ടോ. ഐഷു ഇപ്പൊ ഉറങ്ങിയില്ലായിരുന്നു. ഇവിടെ കിടന്ന് എന്താ മെനാന്നറിയ എൻ്റെ കുഞ്ഞ്. ഐഷു ഉറങ്ങിപ്പോയിന്ന്. അങ്ങ് ക്ഷീണം ഓച്ചിനങ്ങ് മാളിക്കൂടെയൊക്കെ അങ്ങ് ഓടി തീമിർത്ത്. ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ കാണും പുറത്തിറങ്ങി കഴിഞ്ഞാൽ. അതിൻ്റെയൊക്കെ കൂടെ അങ്ങ് ഓടി തിമിർത്ത് കൊച്ചിനങ്ങ് വയ്യ. ഇതെല്ലാം കുനുകുനാന്നരിഞ്ഞിട്ടോ. കാലങ്ങ് മരടിച്ചു. ലേശം പച്ചമുളകൊക്കെ ഓടിച്ചെടുക്കട്ടെ. ചാച്ചൻ പതുക്കെ ഇവിടെ വന്ന് നന്നാക്കാനൊക്കെ ഒന്ന് നോക്കിട്ടോ. ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാന്ന് വിചാരിച്ച് വന്നതാ. അപ്പത്തേക്ക് ഞാൻ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ അവിടെ നിന്ന് മുങ്ങി. പ്രവാസികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ ഇവിടെ ഈ ഫ്ലാറ്റിൻ്റെ അസോസിയേഷൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് താഴെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ ഇവിടെ മുകളിൽ നിന്നിട്ട് കാണും. ഒന്ന് അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ വെടിക്കെട്ടുണ്ടാവും, അത് കാണും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഗാനമേള പോലെ 5-6 പേരൊക്കെ പാട്ട് പാടും. പിന്നെ ചിലപ്പോൾ ഡാൻസൊക്കെ കളിക്കണ കാണാം അവരെ പിള്ളേർ. അറിയില്ല ഈ വർഷം ഉണ്ടാവുമെന്ന് കേട്ടോ. എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഈ വർഷം എനിക്ക് അറിഞ്ഞൂടാ, ഒന്നും പറഞ്ഞു കേട്ടില്ല. ചിലപ്പോൾ പായസം വിതരണമൊക്കെ ഉണ്ടാവാറുണ്ട്. ചില മത്സരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ചാക്കിലോട്ടം, സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ നാരങ്ങ വെച്ചിട്ട് ഓടില്ലേ, അത് അങ്ങനെയൊക്കെ ഉണ്ടാവും. ചെറിയ കപ്പ്, സോപ്പ് പെട്ടി, അതൊക്കെയാണ് സമ്മാനം. ഞങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട് കേട്ടോ. ഇത്തവണ ഉണ്ടോയെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ പോക്ക് കുറവാണ്, വളരെ ചുരുക്കമാണ് പോക്ക്. ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരുമിച്ച് ഇരിക്കൽ കുറവാണ് ഒന്നാമത്തേന്. പിന്നെ ഉണ്ടെങ്കിൽ തന്നെയും ഈ സദ്യയൊക്കെ ഉണ്ടാക്കും. പിന്നെ അതിൻ്റെ തിരക്കായി സദ്യ കഴിക്കലായി. ചിലപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോവും ഞാൻ. ഒക്കെ കഴിയുമ്പോഴത്തേക്കും അങ്ങ് ചടവടയും നേരം പോവും.
പണ്ട് ഞാൻ പഠിക്കുന്ന കാലത്തുണ്ടല്ലോ, കോളേജിൽ പഠിക്കുന്ന കാലത്ത് അതുപോലെ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്തൊക്കെ ഇതുപോലെ സെലിബ്രേഷൻ വരും ഓണത്തിന്. അപ്പൊ സെറ്റ് സാരി കൊടുത്തിട്ട് പോണം, സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ. അന്നൊക്കെ ഞാൻ ഭയങ്കര സ്കെൽറ്റാണ് കേട്ടോ, ഒരു ഈർക്കിലി പരുവാണ് ഞാൻ. ഇപ്പോഴല്ലേ വണ്ണമൊക്കെ വെച്ചത്. അന്ന് അന്ന് എന്തോ ഈ മസാക്കലിയോ അങ്ങനെ എന്തോ ഒരു ഫാഷൻ ഇറങ്ങിയൊരു സമയമുണ്ട് കേട്ടോ. എല്ലാവരും ഒരേ മോഡല് മസാക്കലി വാങ്ങിച്ചു കേട്ടോ. അന്ന് എനിക്ക് ചെറിയ പിശുക്കുണ്ട്. അപ്പോൾ ചില ആൾക്കാർ സെറ്റ് മുണ്ട് അങ്ങനെ ഒരു കൂട്. സാധാരണ എല്ലാവരും സെറ്റ് മുണ്ടൊക്കെ അല്ലേ എടുക്കാറ്. എന്നാൽ ഞങ്ങളുടെ 10ാം ക്ലാസ് ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്നാൽ ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വെച്ചിട്ട് എല്ലാവരും മസാക്കലി ഇറങ്ങിയൊരു സമയമാണ്. എന്നാൽ പിന്നെ ഒരാൾ ചുമപ്പ മസാക്കലി, ഒരാൾ പച്ച മസാക്കലി, ഒരാൾ വയലറ്റ്, അങ്ങനെ പറഞ്ഞിട്ട് മസാക്കലി മേടിക്കാൻ പോയി. മസാക്കലി മേടിച്ചിട്ടോ. അപ്പം ഞാൻ എൻ്റെ പിശുക്കിൻ്റെ ഭാഗമായിട്ട് എന്നാൽ കുറച്ച് ചിലവ് ചുരുക്കിയേക്കാന്ന് വിചാരിച്ച് മസാക്കലി പോലത്തെ ഡ്രസ്സ് വാങ്ങിച്ചിട്ടോ. അത് ഞാൻ ഇന്നും ഓർക്കണുണ്ട്. അതാണെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എവിടെ എത്തണില്ല, മുട്ടുകാല് വരെ എത്തണില്ല, ഇങ്ങോട്ട് കേറണമില്ല. ആകെ ഒരു വല്ലാത്തൊരിത്. പൈസ കുറവായിരുന്നു, അത് അഴിച്ചിടാനും പറ്റുന്നില്ല, തിരിച്ചു കൊണ്ടു കൊടുത്തിട്ട് അവർ വാങ്ങിക്കണമില്ല. എന്നിട്ട് ഞാൻ എന്തോ ഒരു വിധത്തിൽ റെഡി ആക്കി ഇട്ടു കേട്ടോ. അന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒന്നും കേട്ട ചീത്ത. ഞാൻ ആദ്യമായിട്ട് അന്ന് ഡ്രസ്സ് എടുക്കാൻ പോയതാണ് കേട്ടോ, ഒറ്റയ്ക്ക്. അയ്യോ, ബാക്കി എല്ലാവരും മസാക്കലി എടുത്തു, ഞാൻ മാത്രം ഈ ഒരു വേഷം എടുത്തു. അത് എനിക്ക് പാകമായില്ല. അതേ പിന്നെ ഞാൻ പരിപാടി നിർത്തിയതാണ്. ഒറ്റയ്ക്ക് ഞാൻ പിന്നെ പോക്കില്ല. സാധാരണ ഫാമിലിയുടെ കൂടെയാണ് ഞാൻ പോവാറ്. ഇപ്പം ചാച്ചൻ്റെ കൂടെ കേട്ടോ പോവാറ്. ഇപ്പം ചാച്ചനാണ് എൻ്റെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാറ്. അങ്ങനെ സെലക്ട് ചെയ്യാൻ മാത്രം ഞാൻ ഡ്രസ്സൊന്നും വാങ്ങിക്കാറില്ല, വളരെ ചുരുക്കമാണ്. എന്നാലും മേടിക്കുന്നതെല്ലാം ചാച്ചൻ പറയും, അതെടുത്തോ ഇതെടുത്തോ. അപ്പം ഞാൻ പറയാം ആ ശരി. എനിക്കിഷ്ടമുള്ള കേട്ടോ ഞാൻ മേടിക്കുള്ളൂ. എന്നാലും എനിക്കും കൂടെ ഇഷ്ടപ്പെട്ടതാണ് ഞാൻ മേടിക്കത്തുള്ളൂ. ഇനി അരിഞ്ഞു വെച്ച മാങ്ങ ഞാൻ എടുത്തിട്ട് അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്തു കേട്ടോ. ഇത് ഞാൻ ഉത്രാടത്തിൻ്റെ അന്ന് രാത്രിയാണ് കേട്ടോ മാങ്ങ ഇങ്ങനെ അച്ചാറിടുന്നത്. കാരണം ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഇന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് ഒരുപാട് ലേറ്റായിട്ടാണ് ഞാൻ വന്നത്. ഇനിയിപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് സദ്യയൊക്കെ ഉണ്ടാക്കണതുകൊണ്ട് ഇനി ഇതിൻ്റെ തിരക്കിൽ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഒരു അച്ചാർ ഉണ്ടാക്കുവാണേ. എനിക്ക് ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. എൻ്റെ കയ്യിൽ സാധാരണ അച്ചാർ ഇരിപ്പുണ്ട്, മാങ്ങ ഇങ്ങനെ ഉപ്പിലൊക്കെ ഇട്ട് വെച്ച അച്ചാർ ഇരിപ്പുണ്ട്. പക്ഷെ സദ്യക്ക് അങ്ങനല്ല, നമ്മളിങ്ങനെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് അച്ചാർ ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ, ഉപ്പും മുളകും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് കേട്ടോ. പാചകമൊക്കെ ഞാൻ പഠിച്ച അമ്മയുടെ അടുത്തു നിന്നാണ് കേട്ടോ. അമ്മയാണ് എന്നെ ഏറ്റവും കൂടുതൽ പാചകങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കാരണം ഞാൻ ചെറുതായിരുന്നപ്പോൾ 7 വയസ്സൊക്കെ ഉള്ളപ്പോൾ പോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും. എനിക്കൊരു 7, 8, 9 വയസ്സൊക്കെ ഉള്ള സമയത്ത് എൻ്റെ അനിയത്തി ഭയങ്കര ചെറുതാണ്. അപ്പോൾ അമ്മയ്ക്കൊരു ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ട് എപ്പോഴും എപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ. അന്ന് എനിക്കത് ബുദ്ധിമുട്ടായെങ്കിലും ഇന്ന് എൻ്റെ ലൈഫിൽ അത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു കേട്ടോ. അപ്പോൾ ചട്ടി അടപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. അതായത് എള്ളെണ്ണയില്ലേ, അതൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അച്ചാറിന് നല്ല കുറച്ചുകൂടെ ടേസ്റ്റൊക്കെ ഉണ്ടാവും. എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, കുറച്ച് ഞാൻ നല്ലെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്തോട്ട്. അതും കൂടെ ചേർത്തിട്ട് കടുക് വറുക്കാം നമുക്ക് ഈ വെളിച്ചെണ്ണയിലോട്ട്. ഞാനപ്പോൾ എണ്ണ എടുക്കാൻ പോയതാണ് കേട്ടോ, എണ്ണ തപ്പിയിട്ട് കിട്ടിയില്ല. അപ്പോൾ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ, 2-3 ടീസ്പൂൺ മൊത്തത്തിൽ. 2 വെളിച്ചെണ്ണയും കൂടി, വെളിച്ചെണ്ണ അതുപോലെ എള്ളെണ്ണയും കൂടി 2 ടീസ്പൂൺ അത്രയും മതി. ഞാൻ 2 മാങ്ങയല്ലേ എടുത്തിട്ടുള്ളൂ. ഇനി ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടെ അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിക്കിട്ടണ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. കടുക് പൊട്ടിക്കിട്ടണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. അതിന് മുമ്പൊന്നും കറിയാണെങ്കിലും ഇതുപോലെ എന്ത് സാധനമാണെങ്കിലും താളിച്ചിടരുതേ. ഒരു തണ്ട് വേപ്പിലയും കൊണ്ട് ചേർത്ത് അതിനകത്തോട്ട് ഇടുക.
ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒരുമിച്ച് അങ്ങ് അരിയുമായിരുന്നു കേട്ടോ. കാരണം എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് എനിക്കിങ്ങനെ ഓരോന്നോരോന്ന് അരിഞ്ഞുകൊണ്ട് നടക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ 2-3 പച്ചമുളകും ഒരു ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചിയും ഒരു 10-11 വെളുത്തുള്ളിയുടെ ഇതളും ഒക്കെ എടുത്തിട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്താണ്. ഒരു 2 തണ്ട് വേപ്പിലയും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ കേട്ടോ. കറിക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഒത്തിരി അങ്ങ് വാടിക്കരിഞ്ഞ് ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് ഞാൻ വഴറ്റി കൊടുക്കുകയോ ചെയ്യാറ്. ഇനി ഇതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് സൊർക്ക ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വിനാഗിരി സൊർക്ക എന്നൊക്കെ പറയും, ഞാൻ സൊർക്ക എന്നാണ് പറയാറ്. നിങ്ങൾ എന്താണ് പറയുന്നത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തിളയൊന്നും വരണ്ട, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണേ. അതിനകത്തോട്ട് നമ്മുടെ ഈ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടില്ലേ, ഇതെല്ലാം തിരുമ്മി പിടിപ്പിച്ച് അതും കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് 2 മിനിറ്റ് ഇട്ടാൽ മതി. ഞാൻ പെട്ടെന്ന് തീ ഓഫ് ചെയ്യും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുമ്പും ചീഞ്ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് പെട്ടെന്ന് ഇങ്ങനെ വെന്ത് പോവും മാങ്ങ. അങ്ങനെ വെന്ത് പോയി കഴിഞ്ഞാൽ എനിക്കിഷ്ടമില്ല. അങ്ങനെ വെന്ത് പോയൊരു ടേസ്റ്റും ഉണ്ടാവില്ല, കുറേ ദിവസം ഇരിക്കത്തുമില്ല. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പോൾ ഒത്തിരി ദിവസം ഇരിക്കണം എനിക്ക് മാങ്ങാച്ചാറൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ. പെട്ടെന്ന് കേടായി പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കത്തില്ല ഞങ്ങൾ, അപ്പോൾ പെട്ടെന്ന് കേടായി പോകും. പിന്നെ ഉലുവാപ്പൊടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു സൊർക്കയിലോട്ട് ചേർത്ത് കൊടുക്കണത്. നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തോളൂ. എൻ്റെ കയ്യിൽ ഇപ്പോൾ കായപ്പൊടി ഇല്ല. കായത്തിൻ്റെ പൊടി നല്ല ടേസ്റ്റാണ് അച്ചാറിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഞാൻ എൻ്റെ കായത്തിൻ്റെ പൊടിയല്ലേ ഉള്ളത്, കട്ടക്കായോ. ഇനി അത് ഇടിച്ച് പൊടിക്കാനൊക്കെ എനിക്ക് മടിയായതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ അച്ചാറിട്ട ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ കോരി കോരി തിന്നുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ചെറുപ്പമായതിലൊന്നും എരിവ് ഇഷ്ടമല്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുളകൊക്കെ വെള്ളത്തിലിട്ട് കഴുകിക്കളയും, എന്നിട്ട് ഈ മാങ്ങ എടുത്ത് തിന്നും കേട്ടോ. അങ്ങനെ തിന്നുന്ന മാങ്ങയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഇനി തിളച്ച വെള്ളം കൂടി കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഞാൻ അപ്പുറത്ത് തന്നെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ട് തിളച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അതും കൂടി ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക. 1 കപ്പോളം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് എന്തോരം ചാറ് വേണോ അത്രത്തോളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുവാണ്. ആ വെള്ളവും പിന്നെ ഈ വിനാഗിരിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കിട്ടണം. അതുവരെയും കൂടി കേട്ടോ ഞാൻ വെച്ചിട്ടിരിക്കുള്ളൂ. ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കരുത്, തിളച്ച് വെന്ത് പോവും. അപ്പോൾ പിന്നെ മാങ്ങ അച്ചാറല്ല മാങ്ങാക്കറിയായി മാറും കേട്ടോ അത്. ഇനി നല്ല ചില്ലിൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ അതിനകത്തോട്ടാണ് പകർത്തി വെക്കണേ. എൻ്റെ കയ്യിൽ ചില്ലിൻ്റെ കുപ്പി ഇല്ല. ഞാനിപ്പോൾ തൽക്കാലം ഒരു ചില്ല് പാത്രത്തിലോട്ട് പകർത്തി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ചില്ലിൻ്റെ കുപ്പിയൊക്കെ വാങ്ങിക്കണം പുറത്ത് പോകുമ്പോൾ. ഞാൻ അങ്ങനെ ഒരുപാട് കുപ്പിയും പാത്രമൊന്നും മേടിക്കാറില്ല. കാരണം ഈ തൈരോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോൾ കിട്ടുമല്ലോ കുപ്പി, അതാണ് കൂടുതൽ ഉപയോഗിക്കാറ്. ഇവിടെ ഇനിയിപ്പോൾ വേറെ ചില്ലിൻ്റെ കുപ്പിയൊന്നുമില്ല. ഇനി ഏതിലൊന്ന് ഫ്രീ ആക്കിയിട്ട് അതൊന്നും എടുത്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ചൂട് പോണ വരെ ഈ ഒരു ചില്ലിൻ്റെ പാത്രത്തിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. അതൊന്ന് പകർത്തി വെക്കുവാണ് കേട്ടോ. ഈ അച്ചാറിട്ടിട്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ അറിയണം. മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. എൻ്റെ മനസ്സിൽ മഞ്ഞൾപ്പൊടി എന്ന് വരുവാണ്. കാരണം എല്ലാ കറിയിലും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടേ ആ ഒരു ശീലമായി പോയി അങ്ങോട്ട്. അപ്പം ഞാനിങ്ങനെ ഒരു പാത്രത്തിലോട്ട് പകർത്തി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി ലേശം മോരും കൂടി കലക്കണം. അതിന് വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞതും പച്ചമുളകും പിന്നെ ഇഞ്ചിയും പിന്നെ വേപ്പിലയാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ഇടിച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഇപ്പം ഞാൻ അരിഞ്ഞെടുത്തേക്കുവാണ്. എൻ്റെ കയ്യിൽ ഇടികലില്ല, കാരണം എൻ്റെ ഇടികൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ചിറ്റി എടുത്ത് വെച്ചിട്ട് അത് വെച്ചിട്ടാണ് ഇടിച്ച് എന്തെങ്കിലും കറിയിലൊക്കെ ഇതുപോലെ ഇടിച്ച് ചേർക്കുന്നതൊക്കെ ചേർക്കാറ്. അല്ലെങ്കിൽ മിക്സിയിൽ അരച്ച് ചേർക്കും. പക്ഷെ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകുന്നത് എനിക്കിഷ്ടമല്ല. ചിലതൊക്കെ ഇടിച്ചിടുന്നത് ഇടിച്ച് തന്നെ ആ പരുവത്തിൽ കിട്ടണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല കട്ട തൈരായി ഉണ്ടായിരുന്നത്. അത് ഞാനൊരു പാത്രത്തിലോട്ട്, ചില്ല് പാത്രം കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, ആ പാത്രത്തിലോട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2-3 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും കൂടി ചേർത്തിട്ട് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ചുവന്നുള്ളി എല്ലാം കൂടി ഇടിച്ച് ഒതുക്കി കൊണ്ടുവന്നു കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. മിക്സിയിൽ ഇങ്ങനെ അടിച്ച് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് സ്പൂണോ അല്ലെങ്കിൽ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി 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 യോജിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് സ്കൂളിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ സംഭാരം കൊടുക്കുമായിരുന്നു കേട്ടോ. 1 രൂപയ്ക്കും 2 രൂപയ്ക്കൊക്കെ ഒരു ഗ്ലാസ്സിൽ. ആ ഒരു സംഭാരത്തിൻ്റെ മണമാണ് കേട്ടോ എൻ്റെ മൂക്കിലോട്ട് അടിക്കുന്നത്. ഞാൻ ഇനി കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുവാണേ. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭാരം, മോര് ഒക്കെ. ഇവിടെ ആർക്കും പാലൊന്നും വേണ്ട. ഞാൻ പിന്നെ ചായ കുടിക്കത്തില്ല. ഐഷുവിന് ഞാൻ പാല് കൊടുക്കാറുമില്ല.
ചാച്ചൻ മാത്രമേ ഉള്ളൂ പാല് കുടിക്കത്തുള്ളൂ. പാലല്ല, ചായയാണ് അതും കുടിക്കുന്നത്. അപ്പോൾ ബാക്കി വന്ന പാലെല്ലാം ഞാനിങ്ങനെ ഉറവൊഴിച്ചൊക്കെ വെക്കാറുണ്ട് കേട്ടോ വീട്ടിൽ. അല്ലെങ്കിൽ ഞങ്ങൾ തൈര് മേടിക്കും. ഇവിടെ മോരുകറി ഭയങ്കര മസ്റ്റാണ്, എല്ലാവർക്കും മോരുകറി ഇഷ്ടമാണ്. ഐഷുവിന് മോരുകറി മാത്രം മതി, അവൾ വേറൊന്നും വേണ്ട, വേറൊന്നും കഴിക്കാറുമില്ല. പപ്പടവും മോരുകറി അല്ലെങ്കിൽ ചീരത്തോരൻ, അതൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അപ്പം ലേശം ഇങ്ങനെ കലക്കി വെച്ചതിനോട്ട് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പൊക്കെ നോക്കണം കേട്ടോ നമ്മൾ ഈ സമയത്ത്, ടേസ്റ്റ് ഉണ്ടോ ഉപ്പുണ്ടോ, ഈ ഒരു ഇതിൽ വേണം കേട്ടോ. ഒത്തിരി അങ്ങ് കുറുകി പോകാൻ പാടില്ല, ഇച്ചിരി വെള്ളമയത്തിൽ വേണം മോരെടുക്കാൻ. അപ്പം മോരുകറി റെഡിയായി. തിരുവോണത്തിനായിട്ട് ഒന്നിനും നേരം കിട്ടിയില്ല കേട്ടോ, ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. എല്ലാ സപ്പോർട്ടും ഞാനല്ല ഉണ്ടാക്കിയത്, ചാച്ചനാണ് ഉണ്ടാക്കിയത്. ആദ്യം പരിപ്പും നെയ്യും പിന്നെ പപ്പടവും കൂട്ടിയിട്ട് ചോറ് കഴിക്കും. ഞാനും ഐഷും ആദ്യം ഇരുന്നു കേട്ടോ. ചാച്ചന് ഞാൻ വാരി കൊടുക്കുക ചെയ്ത്, ചാച്ചനും ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരു ഇലയിലാട്ടോ കഴിച്ചത്. ഐഷു ഒന്നാമത്തേന് അടങ്ങിയിരിക്കത്തില്ല, അവളിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുമായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ പിടിച്ചിരുത്തി അവളെ ആഹാരം കഴിപ്പിക്കുന്നത്. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് ഒരേ ഇലയിലാട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് പരിപ്പ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് സാമ്പാർ ഒഴിച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ലേശം സാമ്പാർ ആ സൈഡിലോട്ട് ഒഴിച്ചിട്ട് ഞാനങ്ങ് കഴിക്കുവാണ് കേട്ടോ. എനിക്ക് ഇതെല്ലാം കണ്ടിട്ട് അങ്ങ് കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങ് വയറ് നിറഞ്ഞു കേട്ടോ. അങ്ങനെ വയറ് നിറഞ്ഞു പോയി, കാരണം എനിക്ക് ഒത്തിരി അങ്ങ് കഴിക്കാൻ പറ്റത്തില്ല, അതുപോലെ അങ്ങ് ഫില്ലായി പോയിരുന്നു. നമ്മളിതെല്ലാം ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഫില്ലായി പോവും. പിന്നെ ഐഷു അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര കുസൃതി ഐഷു. ഇനി പരിപ്പ് കഴിച്ചു, സാമ്പാർ കഴിച്ചു. ഇനി നമുക്ക് മോരുകറി ഒഴിച്ചിട്ടാട്ടോ കഴിക്കണേ. പച്ചമോരും ഉണ്ടായിരുന്നു, അല്ലാത്ത മോരുകറി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് സാമ്പാറാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ സാമ്പാർ കഴിഞ്ഞു, അത് കഴിഞ്ഞ് മോരുകറിയാണ് എടുത്തത്. ഞാൻ രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പച്ചമോരും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ മോര് കാച്ചിയതും ഉണ്ടായിരുന്നു. ഞാൻ കുമ്പളങ്ങ ഇട്ടിട്ട് മോര് കാച്ചിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നല്ലൊരു ഊണായിരുന്നു. എനിക്ക് പായസം കഴിക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം എനിക്ക് അപ്പോഴത്തേനും വയറങ്ങ് കയറി ഫുള്ളായി. അതിന് മാത്രം കറികളും ചോറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചാച്ചൻ ചോറ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ വാരി ഇട്ടിട്ട് ചാച്ചനൊട്ട് കഴിച്ചതുമില്ല. ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ കഴിച്ചു, എനിക്ക് ആഹാരം കളയാനും വയ്യ. ഞാൻ അങ്ങനെയൊക്കെയോ കഴിച്ചങ്ങ് ഇതാക്കുമായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ഈ ഒരു ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കര ധൃതി പിടിച്ചൊരു ഓണമായിരുന്നു. വർഷം തുടങ്ങിയതേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പെട്ടെന്ന് ഓണമൊക്കെ ആയി. ഓഗസ്റ്റും സെപ്റ്റംബറും ഒക്കെ കഴിഞ്ഞു പോയത് കഴിഞ്ഞു വന്നു ചേർന്ന് നമ്മളൊന്നും അറിഞ്ഞു പോലില്ല. അങ്ങ് ഭയങ്കര സ്പീഡായി പോയല്ലോ എനിക്കങ്ങ് തോന്നുവാണ് കേട്ടോ. എന്തോ പറയാനാ. പിന്നെ ഞാൻ ഈ ഊണൊക്കെ അങ്ങ് കഴിച്ചു. പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകണമെന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ആഹാരമൊക്കെ കഴിച്ച് എനിക്കങ്ങ് മാണ്ട് പോകുന്ന കണക്കുമാണ് കേട്ടോ. ഇനി എനിക്ക് പായസം കഴിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് വയറങ്ങ് കയറി അങ്ങ് ഫില്ലായി കേട്ടോ. എനിക്കങ്ങ് വയ്യ, അതുമാതിരി ആയി പോയായിരുന്നു.
ഐഷു ചാച്ചൻ്റെ അതേപോലെയാണ്. ഐഷു മോള് ഒന്നും കഴിച്ചില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു ശർക്കര ഉരുട്ടി ഒന്ന് എടുത്ത് കഴിച്ചു. പിന്നെ 2 കായ വറുത്തത് എങ്ങാണ്ട് എടുത്ത് കഴിച്ചു. പിന്നെ ഒരു പഴത്തിൻ്റെ എങ്ങാണ്ട് പാതി കഴിച്ചു അവള്. അതല്ലാണ്ട് അവൾ ഒന്നും കഴിച്ചതില്ല. അവൾ അങ്ങ് ഓടിപ്പോവാണ് കേട്ടോ. ടി വി വെച്ചിട്ടുണ്ട്, കാർത്തൂവാന്ന് തോന്നുന്നു. അപ്പോൾ കാർത്തൂൻ, ബബ്ലു, പിന്നെന്തുവാ അപ്പു അങ്ങനെയൊക്കെ പറയും കേട്ടോ. ചാച്ചനാട്ടോ പപ്പടം എടുത്ത് തന്നത്. അപ്പം ഞാനതൊക്കെ കൂട്ടി കഴിക്കുവാണേ. നിങ്ങളും കഴിച്ചോ? ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ഓണാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എനിക്ക് അറിഞ്ഞൂടെ എന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന്. എനിക്കങ്ങ് വയ്യ കേട്ടോ. എനിക്കങ്ങ് തളർന്നു. ഞാൻ ഇനി എങ്ങനെ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് എപ്പോൾ ഇടുമെന്ന് അറിയത്തില്ല. ഓണത്തിന് അതൊന്നും ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക്. നാളെ എങ്ങാനും ഇടാമെന്ന് വിചാരിക്കുന്നു. കാരണം എനിക്കങ്ങ് വയ്യ കേട്ടോ. എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഫുള്ളായിപ്പോയി ആഹാരം കഴിച്ചിട്ട്. എനിക്കിനി എണിക്കാനും വയ്യ, ഒന്നിനും വയ്യാത്തൊരവസ്ഥയാണ് കേട്ടോ. ഞാൻ മൊത്തം കഴിച്ചു അവിടെ ഇരുന്ന് കേട്ടോ. ഞാനൊന്നും കളഞ്ഞില്ല. എനിക്കങ്ങ് ആഹാരം കളയാനങ്ങ് വിഷമോ പല കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടേ. അപ്പോൾ അപ്പം ആഹാരമൊക്കെ കഴിച്ച് ഞാൻ പിന്നെ വൈകുന്നേരം കുറേ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ പ്രഥമൻ കഴിക്കുന്നത്. എനിക്ക് അപ്പം തന്നെ ആഹാരം കഴിച്ചിട്ട് എനിക്ക് അന്നേരം തന്നെ പ്രഥമൻ കഴിക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്കൊരു ആഗ്രഹം വന്നു ഇലയിൽ ഒഴിച്ചിട്ട് പ്രഥമൻ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇല എടുത്തു കൊണ്ടുവന്നു. അതിനകത്തേക്ക് പ്രഥമൻ ഒഴിച്ചു. പിന്നെ പപ്പടവും പഴവും ഒക്കെ കുഴച്ചിട്ട് ഞാൻ ഒന്ന് കഴിക്കുവാണ് കേട്ടോ. എനിക്ക് ഇത് കഴിച്ചാലേ എനിക്കൊരു തൃപ്തി വരത്തുള്ളൂ. ഇനി അടുത്ത ഓണക്കാലത്തല്ലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ സദ്യ ഉണ്ടാക്കത്തുള്ളൂ. അല്ലെങ്കിൽ വിഷുവൊക്കെ ആവണം. എപ്പോഴും എപ്പോഴും ആരവിടെ സദ്യയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ കല്യാണങ്ങളൊന്നും നാട്ടിലെ പോലെ ഇവിടെ കിട്ടത്തുമില്ലല്ലോ. അപ്പോൾ ഒരാഗ്രഹം തോന്നി. ഇപ്പം ഞാൻ പ്രഥമനും കൂട്ടി ഇങ്ങനെ അങ്ങ് കഴിച്ചിട്ടോ. ഇങ്ങനെ കഴിക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഇങ്ങനെ കഴിക്കുമ്പോൾ. നിങ്ങളിങ്ങനെ ആണ് കഴിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളിങ്ങനെ അല്ല കഴിക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. പ്രഥമനോ അല്ലെങ്കിൽ പായസമോ എന്ത് തന്നെയാണ്, പാലട പ്രഥമനൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ കൂടെ പപ്പടോ അതുപോലെ നല്ല പഴമൊക്കെ, നല്ല മധുരമുള്ള നല്ല പഴുത്ത പഴം വേണം കേട്ടോ. അതും കൂടി കൂട്ടി കുഴച്ച് സൂപ്പറാണ് കഴിക്കാൻ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ഇത് കാണുമ്പോൾ വായിന്ന് വെള്ളം വരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.